നമസ്കാരം. ഒടുവിൽ മലയാളികൾ കുറച്ചു കാലമായിട്ട് ഭയപ്പെട്ടിരുന്ന വാർത്ത, കേൾക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വാർത്ത എത്തിയിട്ടുണ്ട്. ഖത്തറിൽ ഇറാൻ്റെ മിസൈൽ ആക്രമണം. ഇനി എത്ര ഗൾഫ് രാജ്യങ്ങളിൽ ഈ ആക്രമണം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ഉണ്ടാകാതിരിക്കട്ടെ. 1990-91 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വിഭ്രാന്തി, അന്നുണ്ടായ ഗൾഫ് യുദ്ധം കുവൈറ്റ് മോചനത്തോടെ അവസാനിച്ചു. അന്നും മലയാളികൾ വേവനാതിയിൽ ആണ്ടുപോയിരുന്നു. ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം ഇപ്പോൾ വീണ്ടും 35 വർഷത്തിന് ശേഷം മലയാളിയുടെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ട് ഇറാൻ്റെ ആക്രമണം നടന്നിരിക്കുകയാണ്. അതിൻ്റെ പരമകാരണം അമേരിക്കയും. നമസ്കാരം. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധങ്ങൾ പലപ്പോഴും പശ്ചിമേഷ്യയിലാണെങ്കിൽ പോലും മലയാളിയുടെ നെഞ്ചിടിപ്പ് കൂട്ടാറുണ്ട്. കാരണം അറേബ്യൻ സമുദ്രം, അറേബ്യൻ കടൽ, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണല്ലോ ഈ പശ്ചിമേഷ്യയും ഇന്ത്യയും നിൽക്കുന്നത്. അതുമാത്രമല്ല, കേരളീയരുടെ രണ്ടാമത്തെ ഭവനം, രണ്ടാമത്തെ മാതൃരാജ്യം എന്ന് കണക്കാക്കാവുന്ന ഗൾഫ് രാജ്യങ്ങൾ അത് നിലനിൽക്കുന്ന പശ്ചിമേഷ്യയിലാണ്. ആയതുകൊണ്ട് അതിനെന്തെങ്കിലും കെടുതി സംഭവിച്ചു കഴിഞ്ഞാൽ അത് മലയാളിക്ക് പറ്റുന്ന കെടുതി തന്നെയായിരിക്കും. ആയതുകൊണ്ട് തന്നെ മലയാളികൾ എപ്പോഴും ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ. 1990 ഒരു വർഷം നീണ്ടുനിന്നൊരു യുദ്ധം, അത് പിന്നെ കുവൈറ്റ് മോചനത്തോടു കൂടിയിട്ട് അത് അവസാനിച്ചു. അത് നേരിട്ട് ഗൾഫ് രാജ്യങ്ങളെ ബാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ബാധിക്കുമെന്ന് ഭയപ്പെട്ടിരുന്നു. ബാധിച്ചില്ല. ആയതുകൊണ്ട് തന്നെ മലയാളികൾ വേവലാതിപ്പെട്ടു. പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഏതായാലും അവസാനം മലയാളികൾ ഭയപ്പെട്ടിരുന്ന ആ വാർത്ത എത്തി. മലയാളികൾ കേൾക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത വാർത്ത എത്തി. പശ്ചിമേഷ്യൻ യുദ്ധം ചെറിയ തോതിലെങ്കിലും ഗൾഫ് രാജ്യങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തും ചില കാരണങ്ങളാൽ അമേരിക്കയ്ക്ക് സൈനിക വിന്യാസത്തിനുള്ള ബേസ് കൊടുത്തിട്ടുണ്ട്. ആ ബേസാണ് ഇപ്പോഴത്തെ ആക്രമണത്തിൻ്റെ കേന്ദ്രം. അമേരിക്ക യാതൊരു കാരണവും കൂടാതെ നുഴഞ്ഞു കയറിയിട്ട് പശ്ചിമേഷ്യയിൽ നടക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇടപെടുകയാണ് ഉണ്ടായത്. എല്ലാ യുദ്ധമര്യാദകളും ഉല്ലംഘിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി ചെയ്തത്. സ്വാഭാവികമായിട്ട് ആർക്കായാലും വ്യക്തിപരമായിട്ട് എൻ്റെയോ നിങ്ങളുടെ വീട്ടിലൊരാൾ കയറി വന്ന് അവൻ എത്ര ശക്തനാണെങ്കിലും ശരിയല്ലായ്മ കാണിച്ചാൽ തിരിച്ചടിക്കും. ഇറാനും തിരിച്ചടിക്കുന്നു. ഇതിന് പ്രധാന കാരണഭൂതമായിട്ടുള്ള ഇസ്രായേലിനെ തൊടാൻ പോലും ആർക്കും കഴിയില്ല എന്നുള്ള ധാരണ തിരുത്തിക്കുറിച്ചു. പിന്നെ കേരളത്തിലുള്ള കുറേ കൃസംഗി ചാനലുകൾ കിട്ടുന്ന പൈസയുടെ ഭൂരിഭാഗവും
അവിടെ മരപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസങ്ങൾക്കായിട്ട് ബൈബിൾ പ്രസരണത്തിനായിട്ട് വിനിയോഗിക്കുക. പക്ഷെ കിട്ടുന്ന പൈസയിൽ 65 മുതൽ 75% പ്രചരണങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ഇവിടെ അത് കാണുന്നുണ്ട്. ഒരു 150 പടകം പൊട്ടിച്ചാൽ തന്നെ, ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് പൊട്ടിച്ചാൽ തന്നെ ആളുകളുടെ ശരീരത്തിൽ കേടുപാട് സംഭവിക്കും. പക്ഷെ ഇറാൻ്റെ ബോംബ് വന്ന് വീണാൽ എന്താണ് അത്ഭുതമെന്നറിയില്ല, ഇസ്രായേലികൾക്കൊന്നും സംഭവിക്കില്ല. അതാണ് ഇവരുടെ വിലയിരുത്തൽ. കുറെ പെയിന്റ് പോയി, അല്ലെങ്കിൽ ജനാലയുടെ ഒരു അഴി തകർന്നു, അല്ല തത്തക്കൂടിനകത്ത് തത്ത ചത്തു, ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് വന്ന് വീണാലോ? അത് ഇവരുടെ സ്വഭാവമാണ്. പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇറാൻ ഖത്തറിനെയല്ല ആക്രമിച്ചത്, ഖത്തറിലുള്ള സൈനിക വ്യൂഹത്തെ, അമേരിക്കയുടെ. മൊത്തം 40,000-ഓളം സൈനികർ ഗൾഫിൽ മാത്രമുണ്ടെന്നാണ് കണക്കുകൂട്ടുന്നത്. എല്ലായിടത്തും അവർക്ക് ക്യാമ്പുണ്ട്, ചിലടത്ത് 1-2 ക്യാമ്പ്. അതിന് മുമ്പിൽ നിൽക്കുന്ന ഖത്തറും ബഹ്റൈനുമാണ്. ഖത്തറുമായിട്ട് നല്ല ബന്ധമാണ് ഇറാനുള്ളത്. ആയതുകൊണ്ട് തന്നെ അവർ മുന്നറിയിപ്പ് നൽകി, ഞങ്ങൾ ആ ക്യാമ്പ് ആക്രമിക്കാൻ പോവുകയാണ്. അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ പിന്നെ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അവരത് ആക്രമിച്ചപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, വെറും നോമാൻസ് ലാൻഡായിരുന്നു. അതിൻ്റെ മേലെ കൊണ്ട് ബോംബിട്ടു. അതും ഇറാഖിനോട് ചോദിച്ചിട്ട് ഇറാഖ് പറഞ്ഞു, ആയിക്കോ, എന്ത് പണി ആയിക്കോ, ആരുമില്ലാത്ത സ്ഥലത്തല്ലേ എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് ആര്? ട്രംപ്. ഈ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഇതിനു മുമ്പിരുന്ന് ജോർജ് വാഷിങ്ടണ് ശേഷമുള്ള ആളുകളിൽ ആർക്കുമില്ലാത്ത രീതിയിലുള്ള മ്ലേച്ഛമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഇത്രയും വലിയൊരു യുദ്ധം, അതിൻ്റെ പേരിൽ വലിയ ലോകം മുഴുവൻ വേവലാതി ഉൾക്കൊണ്ട് നടക്കുന്ന സമയത്താണ് പറയുന്നത്, അവരവിടെ ബോംബിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഒരാളും ഉണ്ടായിരുന്നില്ലെന്ന്. അയാളെ കളിയാക്കുന്നത് ആരെയാണ്? ഇറാനെ, ഗൾഫ് രാഷ്ട്രങ്ങളെ, ഇസ്രായേലിനെ അടക്കം. ഇതെല്ലാം പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ്. അവിടെ കലാപപൂരിതമാക്കുക. എപ്പോഴെങ്കിലും കലാപപൂരിതമാകുന്ന അവസ്ഥയിൽ നിന്ന് തെന്നി മാറുന്നുണ്ടെങ്കിൽ അവർ വീണ്ടും അവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനുള്ള എന്തെങ്കിലും വിക്രാസുകൾ ഒപ്പിച്ചു വയ്ക്കും. അതിലൊന്നാണ് ഇപ്പോൾ നടന്ന അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള ബോംബാക്രമണം. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക പോലീസ് എന്ന് സ്വയം എൻടൈറ്റിൽ ചെയ്ത് നടക്കുന്ന അമേരിക്കയുടെ ബേസ്, അവിടെ എത്ര ആള് മരിച്ചു, എത്ര തകർന്നു എന്നുള്ളതല്ല, അവിടെ കൊണ്ട് ബോംബിടാൻ, അവിടേക്ക് മിസൈൽ അയക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വലിയൊരു അവസ്ഥയിലേക്കുള്ള ചെറിയൊരു തുടക്കം മാത്രമാണ്. ഇനി ഞങ്ങൾക്കിങ്ങനെ ഒരു തമ്പുരാനില്ലെന്ന് ലോകമെമ്പാടും വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്കുള്ള പോക്കാണ് അമേരിക്കയുടെ പോക്ക്. ഇതിനു മുമ്പ് വിയറ്റ്നാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഓടിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. ആ കഥ നിങ്ങൾ എവിടെയും നോക്കി വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മനഃശാഞ്ചല്യമില്ലാതെ പ്രവർത്തിച്ചാൽ ഏത് കുനിയനും ഗോപുരം കുത്താൻ കഴിയുമെന്ന് സാരം. വേണമെന്നൊരു വെപ്പ് വയ്ക്കണം, അതിന് ആത്മാർത്ഥമായിട്ട് അതിലേക്ക് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അമേരിക്ക നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു അത്ഭുത രാജ്യമൊന്നും അല്ലാതായി തീരും. ആ ഒരു കാര്യത്തിൽ ഇറാനെ അഭിനന്ദിച്ചേ മതിയാകൂ. ഏതായാലും ഇപ്പോൾ അവരെന്ത് പറഞ്ഞു എന്നുള്ളതല്ല, അവർ കളിയാക്കുന്നു എന്നുള്ളതല്ല, ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ അതീവ ജാഗ്രതയിലാണ്. ഒരു മാസത്തെ വിനോദയാത്ര പോലെ പോയൊരു ഫാമിലി ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ, തൃക്കൂർ എന്ന് പറഞ്ഞ നാട്ടിൽ. ഫാമിലി അല്ല,
ഒരമ്മയും അച്ഛനും 2 പേർക്കും 65-70 വയസ്സായിട്ടുണ്ട്. പോയിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. അവർ തിരിച്ചു വരാൻ വെമ്പുകയാണ്. ഏറ്റവും അടുത്ത ദിവസം അവർ തിരിച്ചു വരും. അവർ പറഞ്ഞ് അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം ജെറ്റ് വിമാനങ്ങളുടെ ഇരമ്പൽ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടുകൂടി ഇനി അവർക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല. രാജ്യം അതീവ ജാഗ്രതയിലാണ്. ഇതിവിടെ മാത്രമല്ല, ഒമാനിലും UAE-യിലും കുവൈറ്റിലൊക്കെയും ഇതാണ് സ്ഥിതി. കേരളത്തിൽ നിന്നുള്ള യാത്രാ വിമാനങ്ങൾ മുടങ്ങുന്നുണ്ട്. ഏറ്റവും വേഗത്തിൽ ആ മുടക്കം ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നുമുണ്ട്. ഏതായാലും ഗൾഫ് സ്വപ്നങ്ങൾ, ആ ഗൾഫ് സ്വപ്നങ്ങളുടെ മുൻപിൽ ഇനി വലിയൊരു ചോദ്യം അവശേഷിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എവിടെയൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇതേ വേവലാതി 35 വർഷങ്ങൾക്ക് മുൻപ് 90-കളിൽ 90-91 അത് ഇറാഖുമായിട്ടുള്ള യുദ്ധം, കുവൈറ്റ് അധിനിവേശം പറഞ്ഞുകൊണ്ടുള്ള യുദ്ധം, സദ്ദാം ഹുസൈനുമായിട്ടുള്ള യുദ്ധം, അതും ഗൾഫിലേക്ക് അതിൻ്റെ ഗന്ധം അടിക്കാൻ തുടങ്ങിയ സമയത്ത് മലയാളികൾ ഒരുപാട് വിഭ്രാന്തിയിൽ ആണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുവൈറ്റിൻ്റെ മോചനത്തോടു കൂടിയിട്ട് ആ യുദ്ധം അവസാനിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ 35 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മലയാളിയുടെ നെഞ്ച് പിടയുകയാണ്. 2 വർഷം മുമ്പ് 2023 ഒക്ടോബർ 7-ാം തീയതി മുതൽ തുടങ്ങിയ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം, അന്നേ ചെറിയ തോതിലുള്ള വേവലാതി മലയാളികൾക്കുണ്ടായിരുന്നു. കാരണം ഇസ്രായേലിൽ മലയാളികളുണ്ട്, പലസ്തീനിൽ മലയാളികളുണ്ട്. പലസ്തീൻ ആ ഒരു ഭാഗം തന്നെ മലയാളികൾ തീർത്ഥയാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ്. യേശുക്രിസ്തുവിൻ്റെ ചരിത്രവുമായിട്ട് അഭേദ്യമായിട്ട് ഉള്ള ബന്ധമുള്ള സ്ഥലമാണ്. ആയതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ 2023 ആരംഭിച്ച യുദ്ധത്തിലും മലയാളികളുടെ മനസ്സ് പിടയുകയായിരുന്നു. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കടലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണിതെല്ലാം. ഇന്ത്യ കടലിൻ്റെ കിഴക്ക് ഭാഗത്താണെങ്കിൽ പശ്ചിമേഷ്യ കടലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്. വിമാനത്തിൽ പോകുകയാണെങ്കിൽ 3 മണിക്കൂറിൽ എത്തിച്ചേരാവുന്ന സ്ഥലം. അതിനപ്പുറം ഇന്ത്യ നമുക്ക് മാതൃരാജ്യമാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ആ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങളിൽ മഴ പെയ്താൽ നമുക്കൊരു വാർത്തയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ എന്ത് സംഭവിച്ചാൽ നമുക്കതൊരു വാർത്തയാണ്. ഇവിടെ നടക്കുന്നെല്ലാം അവിടെയും നടക്കും. ഇവിടെ ഓണാഘോഷം, അവിടെ ഓണാഘോഷം. ഇവിടെ ഓണസദ്യ, അവിടെ ഓണസദ്യ. ഇവിടെ തൃശ്ശൂർക്കാരുടെ ഉമ്മട പൂരം, അവിടെയുണ്ട് ഉമ്മട പൂരം ഷാർജയിൽ. ഈ രീതിയിൽ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും അതിനപ്പുറം സാമ്പത്തികമായിട്ടും കെട്ടുപടഞ്ഞു കിടക്കുകയാണ് നമ്മൾ മലയാളികളും അറേബ്യൻ കൺട്രീസും. ആയതുകൊണ്ട് തന്നെ വേവലാതി ഉണ്ടെങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അതൊരു വാർത്ത മാത്രമായിരുന്നു. ആ വാർത്തകളാകട്ടെ സാവകാശം കെട്ടടങ്ങാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് പ്രശ്നം മറ്റൊരു തലത്തിലേക്ക് എത്തുന്നത്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അത് ഇസ്രായേൽ അമേരിക്കൻ യുദ്ധമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇസ്രായേലിലും ഇറാനിലുമുള്ള കേരളീയർ അവിടെയുണ്ട്, കേരളീയർ വേണ്ടത്രയുണ്ട്. അവരൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടെന്ന ഗതികേടിലായി. എല്ലാവരും ഒഴിച്ചു കൊണ്ടുവരികയാണ്. അത് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാവില്ല. പക്ഷേ കേരളത്തെ നോക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള നട്ടെല്ല് അത് നിവർന്നു നിൽക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളുള്ളത് കൊണ്ടാണ്. ഒരുപാട് പേര് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്, ഇറാനിൽ ജോലി ചെയ്യുന്നുണ്ട്, ഇറാഖിൽ ജോലി ചെയ്യുന്നുണ്ട്.
4 നാൾ മുമ്പ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, കടന്നു വരാൻ യാതൊരു അവകാശവുമില്ലാതെ ഒരു തെരുവ് ചട്ടമ്പിയുടെ പോലെ അമേരിക്ക ആക്രമണം നടത്തി, ഇറാനിൽ ആക്രമണം നടത്തി. ആ ആക്രമണം എത്രമാത്രം രൂക്ഷമാണെങ്കിലും, അതിന് എത്രമാത്രം അതിരൂക്ഷമായിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടായാലും അഭിമാനം വിട്ടുകളഞ്ഞ് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അതീവ പാരമ്പര്യമുള്ള, തനത് സംസ്കാരമുള്ള ഇറാൻ പ്രതികരിച്ചു. ഇസ്രായേൽ ഏകദേശമൊക്കെ ആയി കഴിഞ്ഞു. തകരുന്നത് ഇസ്രായേൽ, ഇറാൻ, പശ്ചിമേഷ്യ, നമ്മുടെ ഏഷ്യ, തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെയും ആ കാറ്റ് അവിടേക്കും, യുദ്ധത്തിൻ്റെ കെടുതിക്കാറ്റുകൾ അവിടേക്കും അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും ആയപ്പോഴാണ് ഗൾഫ് രാജ്യങ്ങളുടെ നെഞ്ചെടുപ്പ് കൂടാൻ തുടങ്ങിയത്. അത്രയും ആയപ്പോഴാണ് നമ്മുടെ മലയാളികളുടെ നെഞ്ചെടുപ്പ് കൂടാൻ തുടങ്ങിയത്. ഇറാന്റെ സൈനിക നീക്കം അമേരിക്കൻ ബേസുകളിലേക്ക് പടരാനുള്ള സാധ്യത ഏറ്റവും വേവലാതിയോട് കൂടിയിട്ട് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നിൽ കാണുകയാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം മര്യാദയുടെ ഒരു അതിർവരമ്പും ഉല്ലംഘിക്കാതെ നിൽക്കേണ്ടതൊരവസ്ഥയാണ് എല്ലായിടത്തുമുള്ളത്. ആ അവസ്ഥയുടെ മൂർധന്യതയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ളത്. കാരണം എന്താണ്? ബന്ധമുള്ളവരാണ്, ബന്ധുക്കളാണ്. ആയതുകൊണ്ട് തന്നെ അമേരിക്കയോടുള്ള പ്രതികാരം തീർക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ അമേരിക്കയ്ക്ക് സന്നാഹങ്ങളുണ്ട് എന്ന് വെച്ചാലും അവിടെ എല്ലായിടത്തും കൊണ്ട് തോന്നിയ പോലെ എല്ലാ മര്യാദകളും ഉല്ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ഇറാന് കഴിയില്ല. അതുകൊണ്ട് ഇനി ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ തന്നെയും അമേരിക്കൻ ബേസുകളിൽ ഇപ്പം ഇതൊരു ടെസ്റ്റ് മാത്രമാണ്. ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. അമേരിക്ക എന്നൊരു പേര് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ എ മുതൽ അടുത്ത അവസാനത്തെ എ വരെ ഏതെങ്കിലും ഒരു അക്ഷരം വെട്ടിക്കളഞ്ഞാൽ അയാളെ ഞങ്ങൾ ഇല്ലാതാക്കും, അനിഹിലേഷൻ എന്ന് പറയുന്ന അമേരിക്കയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുകയാണ് ചെയ്തത് ഖത്തറിലെ ബേസ് ആക്രമണം. എത്ര ആളതിൽ മരിച്ചു, എത്രമാത്രം ആ ബേസിന് അപകടങ്ങൾ പറ്റി, തകരാർ സംഭവിച്ചു എന്നുള്ളൊരു പ്രാധാന്യമില്ല. ആയതുകൊണ്ട് തന്നെ ഇനി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് തത്തുല്യമായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്താൻ സാധ്യതയില്ല. പക്ഷേ ഈ ആക്രമണത്തിൻ്റെ ഒരു പരിണത ഫലമുണ്ട്. എന്തിനാണ് തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ബേസ് കൊടുക്കുന്നത്? അത് സുരക്ഷയാണോ തീർക്കുന്നത്, അതോ അരക്ഷിതാവസ്ഥയാണോ ഉണ്ടാക്കി വെക്കുന്നത്? അത് ചിന്തിക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഇതൊരവസരമാണ്. പറയാതെ പറയാൻ അമേരിക്കയോട് ഇനി ഞങ്ങൾക്ക് ഈ ബേസ് ഒന്നും വേണ്ട എന്ന് പറയാതെ പറയാനുള്ള ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. മറ്റൊന്നു കൂടിയുണ്ട്. അമേരിക്ക എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രാന്തരീയമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽക്ക് അമേരിക്ക വഞ്ചനയുടെയും ചതിയുടെയും കുതികാൽ വെട്ടിൻ്റെയും, എവിടേക്ക് യുദ്ധം ഇല്ലയോ അവിടേക്ക് യുദ്ധം ഉണ്ടാക്കാൻ നടക്കുന്ന ആ മനസ്സിൻ്റെയും ആ ഭാവങ്ങളാണ് ഞാൻ അവരിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോഴതാണ് കാണുന്നത്. പശ്ചിമേഷ്യയെ തകർത്ത് തരിപ്പണമാക്കണം. അവിടെ നമ്മൾ ഇസ്രായേലിനെ മാറ്റി നിർത്തി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇറാൻ വേറെ, പലസ്തീൻ വേറെ, ഇസ്രായേൽ വേറെ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്, എനിക്ക് അവരെ കണ്ണിനെ കണ്ടുകൂടാ, അവർക്ക് എന്നെയും കണ്ണിനെ കണ്ടുകൂടാ, ശത്രുക്കളാണ്. ഓക്കെ. പക്ഷെ ആ വീട് കത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് പമ്പ് ചെയ്യും അവിടേക്ക് വെള്ളം. കാരണം എന്താണ്? തൊട്ടടുത്ത വീടാണ്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ പശ്ചിമേഷ്യയിലാണ് പ്രശ്നം, ഉണ്ടാക്കുന്നത് അമേരിക്കയാണ്.
അവരുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചതാണ്, ഈ മേഖലയെ തകർത്ത് അവരുടെ അധീശത്വത്തിന് കീഴിൽ കൊണ്ടുവരിക. ഇറാഖ് യുദ്ധം കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു എന്ന് കരുതിയതാണ്, അതുണ്ടായില്ല. സദ്ദാം ഹുസൈനെ തടയിട്ടു, അതുകൊണ്ട് അയാളെ ഇല്ലാതാക്കി. പക്ഷേ പശ്ചിമേഷ്യയിൽ കയറി പിടിക്കാൻ, അതിൻ്റെ അധീശത്വം തങ്ങളുടെ കീഴിലാക്കാൻ ഇപ്പോഴും അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇറാനാണ്. ഇറാൻ ഇവിടെ ട്രോയ് രാജ്യത്തിന് വലിയ കവാടം പോലെ നിൽക്കുകയാണ്, അവിടെ തള്ളി തുറക്കാൻ കഴിയുന്നില്ല. പിന്നെ ട്രോജൻ കുതിരയെ ഉപയോഗിച്ചുകൊണ്ട് നുഴഞ്ഞു കയറുക, ഇൻഫിൽട്രേഷൻ, അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഗൾഫ് രാജ്യങ്ങളുടെ അരക്ഷിതാവസ്ഥയ്ക്ക് നിദാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പാണ് ഞാനൊരു ലേഖനം വായിച്ചത്. ലോകത്തിൽ നിന്ന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം, ഏറ്റവും സുഖശീതളിമയുള്ള സ്ഥലം, വൃത്തിയുള്ള പാതകൾ, നല്ല നിയമങ്ങളും നിയമം നടത്തിപ്പും, ദുബായിയെക്കുറിച്ചാണ് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള സ്ഥലം, ഏത് രാത്രിയും അർദ്ധരാത്രിയും യൗവനയുക്തയായുള്ള പെൺകുട്ടിക്ക് വഴി നടക്കാവുന്ന സ്ഥലം, അടിപിടിയും തല്ലുമില്ലാത്ത സ്ഥലം. ആരോ പറഞ്ഞു അവിടെ പോലീസ് സ്റ്റേഷൻ എന്തിനാ വെച്ചതെന്ന് അറിയില്ല എന്ന്. പോലീസ് സ്റ്റേഷനോട് കംപ്ലൈൻ്റ് ഇല്ല, ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം. അത് ലോകം വിധി എഴുതിയതാണ്. മദീന, പ്രവാചകന്റെ ജന്മസ്ഥലം. ആയതുകൊണ്ട് അത്തരം ഒരു സ്ഥലത്ത് മാനസരോവരം പോലെ യാതൊരു വിധത്തിലുള്ള കല്ലോലങ്ങൾ പോലുമില്ലാതെ സ്ഫടിക തുല്യമായിട്ട് കിടക്കുന്ന ആ രാജ്യത്ത് കല്ലെടുത്ത് എറിഞ്ഞ് രസിക്കുകയാണ് അമേരിക്ക. ആയതുകൊണ്ട് തന്നെ അമേരിക്കയോട് പറയാൻ സമയമായി. ഞങ്ങൾക്ക് ഇത്രയും കാലം ചെയ്തു വന്ന സേവനങ്ങളുണ്ടല്ലോ, അതിന് ரொம்ப നന്ദി, ഇനി ആ സേവനം വേണ്ട. മാത്രമല്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാഷ്ട്രം അപ്പുറത്തുണ്ട്, ആണ് റഷ്യ. കാലമേറെയായി അമേരിക്കൻ പക്ഷപാതിത്വം ചെറിയ തോതിലെങ്കിലും ഇന്ത്യ കാണിച്ചപ്പോഴും റഷ്യ ഇന്ത്യയെ കൈവിട്ടിട്ടില്ല. മര്യാദയുള്ള രാഷ്ട്രം എന്നൊരു ഡെഫിനിഷൻ അതിനെക്കുറിച്ച് കൊടുക്കാൻ കഴിയും. ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ അവരെല്ലാവരും ഭൗതികമായിട്ടുള്ള സാമാന്യശേഷിയുള്ളവരല്ല, ചെറിയ രാഷ്ട്രങ്ങളാണ്. അവർക്കൊരു വൻ ശക്തിയുടെ തണൽ ആവശ്യമുണ്ടെങ്കിൽ അത് റഷ്യയുടെ തണൽ സ്വീകരിക്കുക, അതായിരിക്കും ബെറ്റർ ദാൻ ബെസ്റ്റ്. കാര്യങ്ങൾ അവിടേക്കാണ് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് നല്ല കാര്യം. എല്ലാവരും കൂടി ആ കൂട്ടത്തിൽ പറയാനുള്ളത്, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയിട്ടല്ല, എല്ലാവരും സ്വയം തീരുമാനമെടുക്കുക. ഇറാഖാണെങ്കിലും ഇറാനാണെങ്കിലും ഈജിപ്താണെങ്കിലും ടർക്കി ആണെങ്കിലും ജോർദാൻ അടക്കമുള്ള രാജ്യമാണെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ എല്ലാവരും കൂടി തീരുമാനമെടുക്കുക. ഇവരുടെ പ്രസൻസിനെ അവിടെ നിന്ന് തുടച്ചു മാറ്റുക. അമേരിക്കൻ പ്രസൻസിനെ വഞ്ചകന്മാരുടെയും ചതിയന്മാരുടെയും കുതികാൽ വെട്ടുകാരുടെയും പ്രസൻസ് ഉണ്ടെങ്കിൽ ആ പ്രസൻസ് ഉള്ള സാന്നിധ്യമുള്ള ഭൂമിക, ആ പ്രസൻസ് ഉള്ള രാജ്യം നശിച്ചേ തീരൂ. അതിനിടവരുത്താതിരിക്കുക. നമസ്കാരം.